Welcome back to Funny Bunny Kids Learning Colors videos. ഈ മൊഡ്യൂൾ റെഡ് കളർ പാർട്ട് 2 ആണ്. വരൂ മോങ്കുവിൻ്റെ കൂടെ നമുക്ക് റെഡ് കളർ തുടർന്ന് പഠിക്കാം. ഹായ് കൂട്ടുകാരെ, കിഡ്സ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും മോങ്കുവിനെ കാത്തിരിക്കുകയാണോ? മോങ്കു, ഈ കുട്ടിക്കുറുമ്പൻ എവിടെയാ? മോങ്കു. ഹായ് കൂട്ടുകാരെ, ഞാനിവിടെ ഉണ്ട്. നിങ്ങളെല്ലാവരും എൻ്റെ റെഡ് കളർ വിശേഷം കേൾക്കാൻ റെഡിയല്ലേ? വരൂ നമുക്ക് തുടങ്ങാം. കൂട്ടുകാരെ, കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ ഞാൻ പഠിപ്പിച്ച റെഡ് കളർ വിശേഷങ്ങൾ ഓർക്കുന്നുണ്ടോ? റെഡ് കളറിൽ എന്തൊക്കെ സാധനങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചു തന്നത് എന്ന് ഓർത്തു നോക്കൂ. റെഡ് കളർ പട്ടം, റെഡ് കളർ റോസാപ്പൂ, റെഡ് കളർ തുമ്പികൾ, ഇവയെല്ലാം ഞാൻ കാണിച്ചു തന്നല്ലേ? നിങ്ങൾ ഇതിൽ ഏതെങ്കിലും നിങ്ങളുടെ വീട്ടിൽ കണ്ടോ? ഓർത്തു നോക്കൂ. എന്റെ പൂന്തോട്ടത്തിലെ കുറേ പൂക്കളെ ഞാൻ പരിചയപ്പെടുത്തി അല്ലേ? നിങ്ങളെ കാണിക്കാൻ എന്റെ പൂന്തോട്ടത്തിൽ ഒരു പൂവ് വിരിയാൻ തയ്യാറായിരിക്കുന്നുണ്ട്. നമുക്ക് കാണാം അത് ഏത് പൂവാണ് എന്ന്. ഓർത്തോളൂ, അതിന്റെ നിറം റെഡ് ആണ്. ഐ ലവ് റെഡ്. വരൂ നമുക്ക് ആ റെഡ് കളറിലുള്ള പൂ വിരിയുന്നത് കാണാം. ദാ നോക്കൂ, സൂക്ഷിച്ചു നോക്കൂ, എത്ര ഭംഗിയിലാണ് ആ പൂ വിരിയുന്നത്. ഈ പൂവിന്റെ പേര് നിങ്ങൾക്കറിയാമോ? ഇതാണ് ചെമ്പരത്തി. ഷോ ഫ്ലവർ എന്ന് ഇംഗ്ലീഷിൽ പറയും. ഇതിന്റെ കളർ എന്താണ്? റെഡ്. ഐ ലവ് റെഡ്. നല്ല ഭംഗിയുണ്ട് അല്ലേ? കൊച്ചു കൊച്ചു തുമ്പികളും അതിനു ചുറ്റും തേൻ കുടിക്കാൻ വന്നിട്ടുണ്ട്. ഇനി നിങ്ങളെ ഞാൻ വേറെ ഒരു നല്ല ഭംഗിയുള്ള റെഡ് കളർ ഫ്ലവർ കാണിക്കാം. വരൂ. ഇതാണ് എന്റെ അടുത്ത റെഡ് കളറുള്ള ഫ്ലവർ. ഞാനിവിടെ പതിഞ്ഞിരിപ്പുണ്ട് കേട്ടോ. ഈ പൂവിന്റെ പേര് കൂട്ടുകാർക്ക് അറിയാമോ? ഇതാണ് ചെത്തിപ്പൂ. തെച്ചി എന്നും പറയും. നിങ്ങളുടെ നാട്ടിൽ ഇതിനെ ചെത്തി എന്നാണോ തെച്ചി എന്നാണോ പറയുന്നത്? അമ്മയോട് ചോദിച്ചു നോക്കണേ. എന്റെ പൂന്തോട്ടത്തിൽ ഒരു ചെടി നിറയെ തെച്ചിപ്പൂവാണ്. അതിൽ നിറയെ തേനുമുണ്ട്. കൂട്ടുകാരെ, ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ? നിങ്ങൾ എന്റെ പൂന്തോട്ടത്തിലെ 3 പൂക്കളെ കണ്ടില്ലേ? തെച്ചിപ്പൂ, റോസാപ്പൂ, ചെമ്പരത്തിപ്പൂ. ഇതിൽ ഏത് പൂവിനാണ് നല്ല മണം? കൂട്ടുകാർ ഒന്ന് ഓർത്തു നോക്കി പറയൂ. തെച്ചിപ്പൂവിനാണോ, ചെമ്പരത്തിപ്പൂവിനാണോ, റോസാപ്പൂവിനാണോ നല്ല മണമുള്ളത്? അത് തന്നെ, നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. റോസാപ്പൂവിനാണ് നല്ല മണം. എക്സലന്റ് ആൻസർ, എക്സലന്റ്. നിങ്ങൾ എല്ലാവരും നല്ല മിടുക്കനും മിടുക്കത്തിയുമാണ്, എനിക്കറിയാം. എന്റെ റോസാപ്പൂവിന് നല്ല മണമാണ്. കൂട്ടുകാരെ, ഈ പൂക്കളുടെ നിറം എന്താണ്? ചുവപ്പ്. ചുവപ്പിന് ഇംഗ്ലീഷിൽ പറയുന്നത് എന്താണ്? റെഡ്. യെസ്, റെഡ് കളർ. ഇനി ഞാൻ അടുത്ത ചോദ്യം ചോദിക്കട്ടെ? കൂട്ടുകാരെല്ലാവരും എന്റെ പൂന്തോട്ടത്തിൽ നിറയെ പൂത്തുമ്പികളെ കണ്ടു അല്ലേ? ഇവിടെ നിറയെ തുമ്പികളെ ഞാൻ തന്നിട്ടുണ്ട്. ഇതിൽ ചുവന്ന തുമ്പിയെ തൊട്ട് കാണിക്കൂ. റെഡ് കളർ ബട്ടർഫ്ലൈയെ തൊട്ട് കാണിക്കൂ. അത് തന്നെ, ശരിയാണ്. കണ്ടോ, നിങ്ങൾ തൊട്ടപ്പോ ബാക്കി എല്ലാ തുമ്പികളും മാറിപ്പോയി. റെഡ് ബട്ടർഫ്ലൈ മാത്രം ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായോ എന്റെ റെഡ് ബട്ടർഫ്ലൈയെ? ഐ ലവ് മൈ റെഡ് ബട്ടർഫ്ലൈ. ഹായ് റെഡ് ബട്ടർഫ്ലൈ. ഇനി നമുക്ക് പാരന്റ്സ് കോർണറിലേക്ക് കടക്കാം. Activities to reinforce the captured points. റെഡ് എന്ന കളർ കുട്ടികളിൽ ഉറപ്പിക്കുന്നതിനായി ഷോ ചിൽഡ്രൻ സം റെഡ് ഫ്ലവേഴ്സ്, റെഡ് ഫ്രൂട്ട്സ് ആൻഡ് റെഡ് വെജിറ്റബിൾസ്. ഓർക്കുക, അവയുടെ പേരുകൾ എടുത്തു പറയണം. കൂടാതെ
സ്ക്രിബിളിങ്ങിനും ഡ്രോയിങ്ങിനും കളറിങ്ങിനും ആയി ഒരു നോട്ട്ബുക്ക് കളേഴ്സ് മൊഡ്യൂളിൻ്റെ അവസാനം വരെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ മൊഡ്യൂളിൽ തുടങ്ങി നാം എഴുത്തിനുള്ള ആരംഭമാണ്. നിങ്ങളുടെ കുട്ടികളോട് ഒരു റെഡ് ക്രയോൺ അല്ലെങ്കിൽ റെഡ് പെൻസിൽ അവരുടെ ബോക്സിൽ നിന്നും എടുക്കാൻ പറയുക. ഓരോ കളർ കുട്ടി ബോക്സിൽ നിന്ന് എടുക്കുമ്പോഴും അത് റെഡ് കളർ ആണോ അല്ലയോ എന്ന് നിങ്ങൾ കൃത്യമായും പറഞ്ഞ് മനസ്സിലാക്കണം. ഇനി നോട്ട്ബുക്കിൽ ആദ്യത്തെ പേജിൽ കുട്ടികളോട് ആ റെഡ് ക്രയോൺ അല്ലെങ്കിൽ പെൻസിൽ ഉപയോഗിച്ച് കുത്തി വരയ്ക്കാൻ പറയുക. ഇതാണ് സ്ക്രിബിളിംഗ്. കുട്ടികൾ സ്ക്രിബിളിംഗ് ചെയ്യുമ്പോൾ ഒരിക്കലും അവരുടെ വര നിങ്ങൾ തടസ്സപ്പെടുത്തരുത്. അവർക്ക് ഇഷ്ടമുള്ള വിധത്തിൽ അവർ സ്ക്രിബിൾ ചെയ്തോട്ടെ. ഒരു പേജിൻ്റെ കാൽഭാഗം മാത്രമേ ഒരു ദിവസം ചെയ്യിക്കേണ്ടതുള്ളൂ. കൂടുതൽ ചെയ്യിക്കേണ്ട, കാരണം അവർ മടിപിടിക്കും. ഇനി സ്ക്രിബിളിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. അതാണ് ഹൗ ടു ഹോൾഡ് ക്രയോൺ ഓർ പെൻസിൽ പ്രോപ്പർലി. എങ്ങനെയാണ് പെൻസിൽ അല്ലെങ്കിൽ ക്രയോൺ ശരിയായ വിധത്തിൽ പിടിക്കുക എന്ന്. പല കുട്ടികളും പിന്നീട് ഫേസ് ചെയ്യുന്ന ഒരു പ്രധാന പ്രോബ്ലമാണ് ബാഡ് ഹാൻഡ് റൈറ്റിംഗ്. കുട്ടിക്കാലത്ത് ശരിയായ വിധത്തിൽ പെൻസിൽ അല്ലെങ്കിൽ ക്രയോൺസ് കുട്ടികളെ പിടിക്കാൻ പരിശീലിപ്പിക്കാത്തതിൻ്റെ ഒരു പോരായ്മയാണ് ബാഡ് ഹാൻഡ് റൈറ്റിംഗ്. നല്ല ഹാൻഡ് റൈറ്റിംഗ് കിട്ടണം എങ്കിൽ പെൻസിൽ നല്ലവണ്ണം പിടിക്കാൻ കുട്ടി അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് ശരിയായ വിധത്തിൽ പെൻസിൽ അല്ലെങ്കിൽ ക്രയോൺ കുട്ടി പിടിക്കേണ്ടത് എന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു കാര്യം ആലോചിക്കുക. പെൻസിൽ പിടിക്കുമ്പോൾ പെൻസിൽ നമ്മളുടെ തള്ളവിരലിനും ചൂണ്ടുവിരലിനും ഇടയിൽ മുറുകെ പിടിക്കണം. മിഡിൽ ഫിംഗർ അതിന് താഴെ സപ്പോർട്ട് കൊടുക്കുന്ന വിധത്തിൽ ആയിരിക്കണം പിടിക്കേണ്ടത്. ഈ കാര്യം ശ്രദ്ധിക്കുകയാണ് എങ്കിൽ കുട്ടികളുടെ ഹാൻഡ് റൈറ്റിംഗ് നല്ലതാകുന്നതാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ശരിയായ വിധത്തിൽ പെൻസിൽ പിടിക്കാൻ കുട്ടികളെ ചെറുപ്പത്തിലെ തന്നെ പരിശീലിപ്പിക്കുന്നത് നന്നായിരിക്കും. Hope you enjoyed this video. Thanks for watching Funny Bunny Kids Learning Colors videos. If you like these videos, please subscribe. Thank you.